തേങ്ങ ഫുള്ളും ചിരകിയെടുത്തു. ഞാൻ തിളപ്പിച്ചാറിയ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. ഒരുപാട് അരയണ്ട, 1/4 ഭാഗം മാത്രം അരഞ്ഞെടുത്താൽ മതി. രണ്ട് തവണയായിട്ട് മിക്സിയിൽ അടിക്കാനുണ്ട്. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ഇത്രയും തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയാക്കാം. ഉരുളി വെച്ചു. ഇനി തേങ്ങാപ്പാൽ ഉരുളിയിലോട്ട് ഒഴിക്കാം. നല്ലതുപോലെ ഇളക്കണം. ഞാൻ ഈ വീഡിയോ രാത്രിയാണ് എടുക്കുന്നത്. ഇന്നും നല്ല മഴയാണ്. കുറച്ച് നേരം ലൈറ്റില്ലായിരുന്നു, അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടി. അപ്പോൾ ഇപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ സമയം വേണം. നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഒരുപാട് ഔഷധമുള്ളതാണ്. പണ്ടത്തെ കുട്ടികൾക്കൊക്കെ കരപ്പൻ അതൊക്കെ വരുമ്പം ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നെ മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്ക് സലാഡിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു സ്പൂണൊക്കെ ഉള്ളിൽ കഴിക്കാം. അത്രയും നല്ലതാണ്. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കുറേ നേരം ഒന്ന് ഇളക്കണം. പിന്നെ ഇതൊരു ഇപ്പോൾ ഉള്ളവരൊന്നും അങ്ങനെ ചെയ്യുന്ന കാണുന്നില്ല. ഇത് ഞാൻ പഴയ രീതിയിൽ, എൻ്റെ അപ്പച്ചി പറഞ്ഞ രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതുപോലെ ഇളക്കി ഈ ഒരു കളറ് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേ ഉരുക്കെണ്ണ ആയി വരുള്ളൂ. ഇപ്പോഴേ നല്ല മണമൊക്കെ വന്ന് തുടങ്ങി.